മണിപ്പൂരിലേത് വംശീയ കലാപമെന്ന CPM പ്രകടന പത്രിക വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് വർഗീയ കലാപമാക്കി ചിത്രീകരിച്ചാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. സമൂഹത്തിൽ ഭിന്നത വളർത്തുക ലക്ഷ്യമിട്ട് നടത്തിയ പ്രചാരണത്തിന് CPM മാപ്പ് പറയണമെന്ന് BJP ആവശ്യപ്പെട്ടു. മണിപ്പൂരിൽ നടക്കുന്ന ഗോത്രകലാപത്തെ വർഗീയ കലാപമാക്കി ചിത്രീകരിക്കാൻ രാജ്യത്തുടനീളം CPM ശ്രമിച്ചിരുന്നു. വിഷയത്തിൽ മതം കലർത്താനുള്ള ചിലരുടെ ശ്രമം ബോധപൂർവമാണെന്ന ആരോപണവും ഉയർന്നിരുന്നു. ഇതിനിടെയാണ് CPM പ്രകടന പത്രികയിൽ മണിപ്പൂരിലേത് വംശീയ കലാപമെന്ന് 2 വട്ടം വ്യക്തമാക്കിയിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാനിഫെസ്റ്റോയിൽ നോർത്ത് ഈസ്റ്റിനെ കുറിച്ച് പറയുന്ന ഭാഗത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ഇത് ഒരു എത്തനിക് പ്രോബ്ലമാണ് എന്ന്. അത് ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മണിപ്പൂർ ഈസ് ആൻ എത്തനിക് ഇഷ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് മാനിഫെസ്റ്റോയിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതുവരെ പറഞ്ഞിരുന്നത് ഇതൊരു മതപരമായ കലാപമാണെന്നും ഇത് 2 മതങ്ങൾ തമ്മിലുള്ള കലാപമാണെന്നും നിരന്തരം കേരളത്തിലെ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നു. ഇതൊരു വംശീയ കലാപമാണെന്ന് മറ്റുള്ള കർദിനാൾമാർ പോലും പറഞ്ഞിട്ടും ഇത് മതപരമായ കലാപമാണെന്ന് നിരന്തരം കേരളത്തിലെ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്നാൽ മാനിഫെസ്റ്റോയിൽ അവർ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ജനങ്ങളോട് ഈ സത്യം തുറന്നു പറയാൻ തയ്യാറായിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത് മതപരമായ കലാപമാണ് എന്ന് പറയുന്നത് എന്ന് ഉറപ്പിച്ചു പറയുവാൻ, അല്ലെങ്കിൽ അത് മാനിഫെസ്റ്റോയിൽ തെറ്റുപറ്റിയെന്ന് പറയുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറാവണം. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ഭിന്നത വളർത്താൻ മണിപ്പൂർ സംഘർഷത്തെ CPMഉം മറ്റ് പ്രതിപക്ഷ കക്ഷികളും ഉപയോഗിച്ചിരുന്നു. വംശീയ കലാപത്തെ തെറ്റായി ചിത്രീകരിക്കുക വഴി വർഗീയത പ്രചരിപ്പിച്ച CPM പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നും BJP ആവശ്യപ്പെട്ടു. ജനം, കൊച്ചി.